കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. അടിസ്ഥാന വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ മേഖലയ്ക്ക് ഊന്നൽ നൽകി മലപ്പുറം നഗരസഭ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. 29,06,77,116 രൂപ നീക്കിയിരിപ്പും 246,62,65,783 രൂപ വരവും 219,65,98,000 രൂപ ചിലവും 56,03,44,949 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് വൈസ് ചെയർമാൻ ജിതേഷ് ജി അനിൽ അവതരിപ്പിച്ചത്. സമഗ്ര വികസനമാണ് ഈ ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് തയ്യാറാക്കിയ ഈ സാമ്പത്തിക പ്രസ്താവന നാടിന്റെ പുരോഗതിക്ക് ചാലകശക്തിയായി മാറും. പരിമിതമായ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരമാവധി നിറവേറ്റാൻ ഈ ബഡ്ജറ്റിൽ ശ്രമിച്ചിട്ടുണ്ട്. സാമ്പത്തിക അച്ചടക്കമാണ് ഏതൊരു വിജയത്തിന്റെയും അടിസ്ഥാനം. വരവും ചെലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് എന്നതാണ് ഈ ബഡ്ജറ്റിന്റെ കാതൽ. ലഭ്യമായ വിഭവങ്ങളുടെ ശാസ്ത്രീയമായ വിനിയോഗം, വികസനത്തിന്റെ വഴി, സാമ്പത്തിക അച്ചടക്കം, വ്യക്തമായ കാഴ്ചപ്പാട് ഈ ബഡ്ജറ്റിന്റെ കരുത്ത്. കേവലം വരുമാനത്തിന്റെയും ചെലവിന്റെയും കണക്കുകൾ എന്ന് ഉപരി നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ദിശ നിർണയിക്കുന്ന ഒരു രേഖയാണിത്. ഉപസംഹാരം: മലപ്പുറം നഗരസഭയുടെ സമഗ്ര വികസനവും നഗരസഭാ പ്രദേശവാസികളുടെ വികസന ക്ഷേമ സങ്കല്പങ്ങൾക്കും സ്മാർട്ട് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിനായി 15 ലക്ഷം രൂപയും സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനത്തിനായി 10 ലക്ഷം രൂപയും ഇന്റർനാഷണൽ ഫുട്ബോൾ അക്കാദമിക്കായി 15 ലക്ഷം രൂപയും സാംസ്കാരിക ഇടം ഒരുക്കുന്നതിനായി 5 ലക്ഷം രൂപയും മലപ്പുറം ചന്ത ആധുനികവൽക്കരിക്കുന്നതിന് 10 ലക്ഷം രൂപയും തെരുവ് കച്ചവടം ഏകീകരിക്കാൻ 50 ലക്ഷം രൂപയും ടൗൺ ഹാൾ നവീകരണത്തിന് 1 കോടി രൂപയും മലപ്പുറം മേളയ്ക്കായി 5 ലക്ഷം രൂപയും വകയിരുത്തി. ഇതോടൊപ്പം തന്നെ ചെയർപേഴ്സൺ ട്രോഫി ഫുട്ബോൾ മത്സരത്തിനായി 5 ലക്ഷം രൂപയും ടൂറിസം പദ്ധതിക്കായി 30 ലക്ഷം രൂപയും വകയിരുത്തി. യോഗത്തിൽ ചെയർപേഴ്സൺ വി റിനിഷ അധ്യക്ഷയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മറിയുമ ഷെരീഫ്, ഹാരിസ് സാമിയൻ, പരി അബ്ദുൾ മജീദ്, നാണത്ത് സമീറ, ആബിദ എട്ടുവീട്ടിൽ, കൌൺസിലർമാരായ അനിൽകുമാർ, AP ഷിഹാബ്, പച്ചത്ത് നാരായണൻ, സമദ് സീമാടൻ എന്നിവരും സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.